മലക്കപ്പാറയിൽ ആദിവാസി മൂപ്പനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. വീരൻകുടി ഊരിലെ മൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. മലക്കപ്പാറയ്ക്ക് സമീപം ഊരുവാസികൾ കെട്ടിയ കുടിൽ പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്. 3 കുടിലുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു. മൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘം ചേർന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതെന്ന് വീരൻ 24-നോട് പറഞ്ഞു. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ വെറുതെ കാട്ടിനകത്ത് എല്ലാം കാടൻ മഞ്ഞ മുഴുവൻ മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഈ കൈ കൊണ്ട് തലക്കിട്ട് കൊടുത്തു. പിന്നെ കമ്പ് വെച്ച് കുറെ അടി കാലത്തും മടിച്ച് കത്തിച്ചു കളഞ്ഞു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് അവിടെ സംഭവിച്ചത്? അവർ വലിയ പ്രതിസന്ധിയിലാണ്. നാളുകളായി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സമരം നടത്തുന്നു, പ്രതിഷേധിക്കുന്നു. അതിനിടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ അതിക്രമം അങ്ങേയറ്റം അപലപനീയം എന്ന് ഇതിനോടകം വിമർശനം ഉയർന്നിട്ടുമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, കടുത്ത നീതി നിഷേധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 2018 ഇവർ താമസിക്കുന്ന വീരൻകുടി ഊരിന്റെ ഇരുവശവും ഉരുളെടുക്കുന്നത്. അന്ന് തുടങ്ങി ഇത് വാസയോഗ്യമല്ലെന്നും ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചതാണ്. അതുമുതൽ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് മാറി താമസിക്കുന്നതിന് ഓരോ കുടുംബങ്ങൾക്കും 5 സെന്റ് ഭൂമി വീതം നൽകുക, അവിടെ തങ്ങൾ മാറി താമസിച്ചുകൊള്ളാം, പകരം ഇവിടെ വന്ന് ഈ കൃഷിഭൂമിയിൽ കൃഷിയെടുത്ത് ജീവിച്ചുകൊള്ളാം എന്നുള്ളതായിരുന്നു ഇവർ സർക്കാരിനോടൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. ഇത് നമ്മളോടും സർക്കാർ തന്നെ നമ്മൾ ഈ സംഭവം പുറത്തെത്തിച്ച സമയത്ത് നമ്മളോടും സർക്കാർ വൃത്തങ്ങൾ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെ വന്നതോടുകൂടിയാണ് കഴിഞ്ഞ 18-ാം തീയതി തുടങ്ങി ഇവർ ഈ മലക്കപ്പാറ പോലീസ് സ്റ്റേഷന് സമീപം വനഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്നത്. ഈ വനഭൂമി ഇവർ താമസിക്കുന്ന മേഖല ചുറ്റും, അതായത് CPM നേതൃത്വത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ കൊടികൾ കുത്തി ഇവർ ഈ പ്രദേശമാകെ വേർതിരിച്ചാണ് താമസിച്ചു വന്നിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇന്ന് അവിടെ എത്തുന്നതും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കുടിൽ പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കുടുംബങ്ങൾ കൂടുതൽ കുടിൽ കെട്ടി താമസം തുടങ്ങാൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി അത് പൊളിച്ചു നീക്കുന്ന ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു 4 മണിയോടുകൂടി അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ആദ്യം ഈ കൊടിമരമെല്ലാം അവിടെ നിന്ന് പിഴുതെറിയുന്നു. അതിനുശേഷമാണ് ഈ കുടിൽ പൊളിച്ചു മാറ്റുന്നത്. ആ സമയത്താണ് ഊരുമൂപ്പൻ ഈ കുടിലിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്താണ് മർദ്ദനമേൽക്കുന്നത്. നേരത്തെ പോത്തിന്റെ ആക്രമണത്തിൽ, അത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റ് അത് തളർച്ച ബാധിച്ച കാലാണ്. ആ കാലിനടക്കം മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഊരുമൂപ്പൻ വീരൻ തന്നെ പറയുന്നത്. എന്തായാലും അതിക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് ഈ പൊതുപ്രവർത്തകരും വാർഡ് മെമ്പർ അടക്കം അവിടെ എത്തിയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. കാരണം 5 സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് 7 കുടുംബങ്ങൾ വനഭൂമി കയ്യേറിക്കൊണ്ട് കുടിൽ കെട്ടി താമസം തുടങ്ങുന്നത്. പക്ഷേ അവരെ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വനം വകുപ്പ് തള്ളിവിടുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിമർശനം. ശരി സൂരജ്, എന്തായാലും അക്കാര്യത്തിൽ വനം വകുപ്പിന് എന്താണ് പറയാനുള്ളത്? ആദിവാസി ഊരിലെത്തി അവിടെ മൂപ്പനെ തന്നെ മർദ്ദിക്കുന്നു, അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാണ്. അതിൻ്റെ കൂടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ അതിക്രമം. എന്താണ് വനം വകുപ്പ് മന്ത്രിക്കൊക്കെ പറയാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.